നമ്മളിൽ പലരുടെയും ഒരു സ്വപ്നമായിരിക്കുമല്ലേ ഒരു വിമാനം പറത്തുന്നത്. പക്ഷേ ഒരു എയർലൈൻ പൈലറ്റ് ആവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ആ കോക്പിറ്റിലേക്ക് എത്താനുള്ള ആ കഠിനമായ യാത്രയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഒരു പൈലറ്റിന് ആ ചിറകുകൾ കിട്ടുന്നതിന് പിന്നിലുള്ള കഷ്ടപ്പാടുകളും നിയമങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെറുതെ ഒരു ട്രെയിനിങ് കൊണ്ട് മാത്രം അവിടെ എത്താൻ പറ്റുവോ? ഒരിക്കലുമില്ല. കഠിനമായ ഒരുപാട് പരീക്ഷകൾ, ആയിരക്കണക്കിന് മണിക്കൂറുകൾ ആകാശത്ത്, അങ്ങനെ ഒരു വലിയ കഥ തന്നെയുണ്ട് ആ പൈലറ്റിന്റെ സീറ്റിന് പിന്നില്. നമുക്ക് ആ കോക്പിറ്റിലേക്ക് ഒന്ന് കേറി നോക്കാം, അല്ലേ? അപ്പോ ഒരു പൈലറ്റ് ആകാശത്തേക്ക് പറന്നുയർന്നതിനു മുന്നേ അവർക്ക് ലോകം മുഴുവൻ ബാധകമായ ചില നിയമങ്ങളുണ്ട്. ഇത് വെറുതെ ഒരു രാജ്യത്ത് മാത്രമല്ല, ലോകത്തെവിടെ വിമാനം പറത്തിയാലും ഒരേ നിയമങ്ങൾ, ഒരേ നിലവാരം ഉറപ്പാക്കാനാണ്. ഇതിന്റെയൊക്കെ തലപ്പത്താരാണെന്നറിയാമോ? ICAO, അതായത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ലോകത്തിന്റെ ഏത് കോണിലായാലും ഒരു പൈലറ്റിന് ഒരേ നിലവാരത്തിലുള്ള പരിശീലനം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ആഗോള സംഘടനയാണിത്. ഒന്നാലോചിച്ചു നോക്കൂ, ICAO ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങൾ. അന്താരാഷ്ട്ര യാത്രകൾ എത്രത്തോളം സങ്കീർണവും അപകടകരവുമായേനെ. അതുകൊണ്ട് വ്യോമയാന നിയമങ്ങളുടെ നെടുന്തൂണെന്ന് ICAOയെ പറയുന്നത് വെറുതെയല്ല. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കോ ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്കോ എങ്ങോട്ട് പറന്നാലും ആ കോക്പിറ്റിലിരിക്കുന്ന പൈലറ്റുമാർ ഒരേ സുരക്ഷാ നിയമങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് വ്യോമയാത്രയെ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ യാത്രകളിലൊന്നാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് ഒരു പൈലറ്റിന്റെ കരിയറിലെ ആദ്യത്തെ വലിയൊരു കടമ്പയിലേക്ക് വരാം. അതാണ് കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അഥവാ CPL. ഇതൊരു പ്രൊഫഷണൽ പൈലറ്റാവാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. വേണമെങ്കിൽ പറയാം, ആകാശത്തേക്കുള്ള നമ്മുടെ ഒഫീഷ്യൽ എൻട്രി ടിക്കറ്റ്. ഇതൊക്കെ കണ്ടിട്ട് സിമ്പിളാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ സംഭവം അത്ര എളുപ്പമല്ല. 18 വയസ്സ് തികയണം. പിന്നെ ക്ലാസ് 1 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അതായത് ശാരീരികമായും മാനസികമായും ഫിറ്റാണെന്ന് തെളിയിക്കണം. അത് കഴിഞ്ഞ് എയർ ലോ, നാവിഗേഷൻ, മെറ്റീരിയോളജി, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് വേണം. കഠിനമായ തിയറി എക്സാം പാസ്സാവണം. ചുരുക്കി പറഞ്ഞാല്, വിമാനം പറത്താൻ നിയമം പഠിക്കുന്നത് മുതൽ വഴി കണ്ടുപിടിക്കുന്നതും കാലാവസ്ഥ പ്രവചിക്കുന്നതും വരെ എല്ലാത്തിലും എക്സ്പേർട്ടായിരിക്കണം. അപ്പോൾ ഈ CPL എടുക്കാൻ 2 വഴികളുണ്ട് കേട്ടോ. ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുന്നത് ഒന്നും അറിയാത്ത ഒരാൾക്ക് 0 നിന്ന് തുടങ്ങാനുള്ളതാണ്. അതിന് ഏകദേശം 150 മണിക്കൂർ പറക്കൽ പരിശീലനം വേണം. ഇനി ഓൾറെഡി പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് മോഡുലാർ കോഴ്സ് ചെയ്യാം. പക്ഷെ അതിന് കുറഞ്ഞത് 200 മണിക്കൂറെങ്കിലും പറന്നുള്ള പരിചയം വേണം. 150 മണിക്കൂർ ഒന്ന് ഓർത്തു നോക്കിക്കേ. തുടർച്ചയായി 6.5 ദിവസം ഉറങ്ങാതെ നിർത്താതെ പറക്കുന്നതിന് തുല്യമാണിത്. അതും ഒരു പ്രൊഫഷണൽ ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം. ഇതവരുടെ കഠിനാധ്വാനത്തിന്റെ ഒരു ചെറിയ തുടക്കം മാത്രമാണ്. CPL എന്നത് വെറുമൊരു തുടക്കം മാത്രമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഇനിയാണ് ശരിക്കുള്ള കളി. അടുത്ത ലെവൽ ഇതിലും വലുതാണ്. അതാണ് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് അഥവാ ATPL. ഒരു എയർലൈനിന്റെ ക്യാപ്റ്റനാകാനുള്ള യോഗ്യതയാണിത്. 150-ൽ നിന്ന് നേരെ 1500-ലേക്ക് 10 ഇരട്ടി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരു എയർലൈൻ ക്യാപ്റ്റൻ ആകണമെങ്കിൽ കുറഞ്ഞത് 1500 മണിക്കൂറെങ്കിലും വിമാനം പറത്തിയ അനുഭവം വേണം. ഇതാണൊരു പൈലറ്റിന്റെ കരിയറിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. ആ വ്യത്യാസം കണ്ടോ? CPLും ATPLും തമ്മിലുള്ള ആ ഗ്യാപ്പ്. അത് വെറും നമ്പരല്ല, വർഷങ്ങളുടെ അനുഭവസമ്പത്തും കഠിനാധ്വാനവും ആകാശത്ത് നേരിട്ട പലതരം സാഹചര്യങ്ങളുമൊക്കെയാണ് ആ 10 ഇരട്ടി വർധനവിന് പിന്നിലുള്ളത്. അതായത് ഒരു സാധാരണ പൈലറ്റിൽ നിന്ന് ഒരു വിമാനത്തിന്റെ ക്യാപ്റ്റനിലേക്കുള്ള ദൂരം അത്ര ചെറുതല്ലെന്ന് സാരം. ഇനി അധികമാരും ശ്രദ്ധിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ലൈസൻസ് മാത്രം മതിയോ? പോരാ, റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ലൈസൻസും റേറ്റിംഗും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കാർ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഒരു വലിയ ട്രക്ക് ഓടിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അതിന് പ്രത്യേക എൻഡോഴ്സ്മെന്റ് വേണം. അത് തന്നെ സംഭവം. പൈലറ്റിന് ലൈസൻസ് ഉണ്ടെങ്കിലും ഓരോ തരം വിമാനം പറത്താനും പ്രത്യേക റേറ്റിംഗ് ആവശ്യമാണ്. പ്രധാനമായിട്ടും 2 തരം റേറ്റിംഗുകളാ ഉള്ളത്.
ക്ലാസ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ സിംഗിൾ എഞ്ചിൻ വിമാനങ്ങളൊക്കെ പറത്താനുള്ളതാണ്. എന്നാൽ ഒരു ബോയിംഗ് 737 അല്ലെങ്കിൽ എയർബസ് A320 പോലുള്ള വലിയ വിമാനങ്ങൾ പറത്തണമെങ്കിൽ ടൈപ്പ് റേറ്റിംഗ് നിർബന്ധമാണ്. അതായത് ഒരു പൈലറ്റ് ബോയിംഗ് 737 പറത്താൻ പഠിച്ചാൽ അയാൾക്ക് എയർബസ് A320 പറത്തണമെങ്കിൽ അതിന് വീണ്ടും പ്രത്യേക ട്രെയിനിങ് എടുത്ത് പുതിയൊരു റേറ്റിംഗ് നേടണം. പഠിത്തം ഒരിക്കലും തീരുന്നില്ലെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുപോലെ ഒരു പൈലറ്റിന്റെ പഠിത്തം ഫ്ലൈയിംഗ് സ്കൂളിൽ കഴിയുന്ന ഒന്നല്ല, അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ലൈസൻസും റേറ്റിംഗുകളുമൊക്കെ വാലിഡായി നിലനിർത്താൻ അവരെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് നോക്കിക്കേ, ഒരു പൈലറ്റ് ലൈസൻസിന് 5 വർഷം കാലാവധിയുണ്ടാകും. പക്ഷേ ആ ടൈപ്പ് റേറ്റിംഗ് കണ്ടോ, അതെല്ലാ വർഷവും പുതുക്കണം. കൂട്ടത്തില് മെഡിക്കൽ സർട്ടിഫിക്കറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഡേറ്റ് തെറ്റിയാല് കഴിഞ്ഞു. ലൈസൻസ് പിന്നെ പേപ്പറിന്റെ വിലയുള്ളൂ. ആ വലിയ വിമാനം പറത്താനുള്ള യോഗ്യത അതോടെ നഷ്ടപ്പെടും. വിമാനം പറത്തുന്നതിന് 2 പ്രധാന രീതികളുണ്ട്. ഒന്നാമത്തേത് VFR, അതായത് വിഷ്വൽ ഫ്ലൈറ്റ് റൂൾസ്. പൈലറ്റ് പുറത്തേക്ക് നോക്കി മറ്റു വിമാനങ്ങളെയും തടസ്സങ്ങളെയും ഒക്കെ കണ്ട് ഒഴിഞ്ഞു പറക്കുന്ന രീതി. ഇതിന് നല്ല ക്ലിയർ കാലാവസ്ഥ വേണം. പക്ഷെ നമ്മുടെ വലിയ യാത്രാവിമാനങ്ങളൊക്കെ പറക്കുന്നത് IFR അനുസരിച്ചാണ്, അതായത് ഇൻസ്ട്രുമെന്റ് ഫ്ലൈറ്റ് റൂൾസ്. കോക്പിറ്റിലെ ഉപകരണങ്ങളെ മാത്രം ആശ്രയിച്ച് ഏത് മോശം കാലാവസ്ഥയിലും സുരക്ഷിതമായി പറക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് കട്ട മഴയത്തും മൂടൽമഞ്ഞിലുമൊക്കെ നമുക്ക് ധൈര്യമായി വിമാനത്തിലിരിക്കാൻ പറ്റുന്നത്. ഇതിനെല്ലാത്തിനും മുകളിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: പൈലറ്റിന്റെ തീരുമാനം. ഈ ICAO നിയമത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്: കോക്പിറ്റിലെ അവസാന വാക്ക് എപ്പോഴും പൈലറ്റ് ഇൻ കമാൻഡിന്റേതാണ്. വിമാനത്തിന്റെയും അതിലെ ഓരോ യാത്രക്കാരന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം അയാൾക്കാണ്. ആ നിമിഷം യാത്രക്കാരുടെ സുരക്ഷയാണ് ഏറ്റവും വലുത്, നിയമപുസ്തകമല്ല. ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ പരിശീലനം, ഒരുപാട് കഠിനമായ പരീക്ഷകൾ, എല്ലാ വർഷവും വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട കഴിവുകൾ, പിന്നെ 100 കണക്കിന് യാത്രക്കാരുടെ ജീവന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അപ്പോ ഇനി നിങ്ങൾ അടുത്ത തവണ ഫ്ലൈറ്റിൽ കയറുമ്പോ ആ കോക്പിറ്റിലേക്ക് നോക്കുമ്പോ അവിടെ ഇരിക്കുന്ന ആ ശാന്തമായ മുഖത്തിനു പിന്നിലെ വർഷങ്ങളുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് ഒരു നിമിഷം ഓർക്കുക. ആ യാത്ര വെറുമൊരു പറക്കലല്ല, ഒരുപാട് പേരുടെ ഉത്തരവാദിത്തം കൂടി.